അവർ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പള്ളിയിലെ കപ്പ്യാർ ഓടി വിയർത്ത് കിടുകിട വിറച്ചുകൊണ്ട് അവിടെ എത്തി. അയ്യോ, നമ്മുടെ പള്ളിയിൽ പിശാചുക്കൾ നിറഞ്ഞു. അവരെ കണ്ടാല് പേടിച്ച് ചത്തുപോകും. ഇനി എന്താ നിവൃത്തി? ഇന്ന് പള്ളിയിൽ മണിയടിയും നമസ്കാരവും ഒന്നും വേണ്ടയോ? അത് അച്ഛൻ നിശ്ചയിക്കണം. ഇന്ന് അവിടെ മനുഷ്യരായിട്ടുള്ളവരാരും വരികയില്ല, അത് തീർച്ച തന്നെ. ഞാൻ അങ്ങോട്ട് വരാം. കപ്പ്യാരും വരണം. ഞാൻ ആ പിശാചുക്കളെ അവിടെ നിന്ന് മാറ്റിത്തരാം. ഇങ്ങനെ പറഞ്ഞ് കത്തനാരും ശമ്മാസനും കപ്പ്യാരും കൂടി പള്ളിയിലേക്ക് ചെന്നു. കപ്പ്യാരുടെ വാക്ക് കേട്ടപ്പോൾ തന്നെ പള്ളിയിൽ വന്നിരിക്കുന്നത് തന്നെ അന്വേഷിച്ച് കണ്ടുപിടിക്കാനായി ഗുഹയിൽ നിന്നും പുറപ്പെട്ടിരിക്കുന്നവരായിരിക്കാം എന്ന് ശമ്മാസൻ ഊഹിച്ചു. അവിടെ ചെന്ന് കണ്ടപ്പോൾ അങ്ങനെ തന്നെ എന്ന് തീർച്ചയാക്കുകയും ചെയ്തു. എന്റെ മകനെ അടുത്തു പോകരുത്. നിങ്ങളിവിടെ എന്തിനു വന്നു? ഇത് ദേവാലയമാണ്. നിങ്ങൾക്ക് കളിക്കാനും പാർക്കാനുമുള്ള സ്ഥലമല്ല. നിങ്ങൾക്ക് ജീവനോടുകൂടി തിരികെ പോകണമെന്നുണ്ടെങ്കിൽ ക്ഷണത്തിൽ ഇവിടെ നിന്നിറങ്ങി വന്ന വഴിയെ പൊയ്ക്കോളുവിൻ. അല്ലെങ്കിൽ നിങ്ങളുടെ കഥ ഞാൻ കഴിക്കും. ഞങ്ങൾ നിന്നെ കൊണ്ടുപോകാനായിട്ടാണ് വന്നത്. നിന്നെയും കൊണ്ടല്ലാതെ ഞങ്ങൾ പോവുകയില്ല. ശമ്മാസൻ ഒരു വിദ്യ പ്രയോഗിക്കുകയും ആ ദുഷ്ടന്മാർ ബോധം കെട്ട് വെട്ടിയിട്ട മരങ്ങൾ പോലെ തൽക്ഷണം നിലംപതിക്കുകയും ചെയ്തു. ഇത് കണ്ട് കത്തനാരും കപ്പ്യാരും അത്ഭുത പരവശരായി തീർന്നു. ഉടനെ കപ്പ്യാർ മണിയടിക്കുകയും പള്ളിയിൽ പതിവിലധികം ആളുകൾ വന്നുകൂടുകയും ചെയ്തു. വൈകുന്നേരം പതിവുള്ള കർമാനുഷ്ഠാനങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ജനങ്ങളെല്ലാവരും ആ കാട്ടാളന്മാരുടെ ഭയങ്കര ആകൃതി കണ്ടും ശമ്മാസന്റെ വിദ്യയെക്കുറിച്ച് കേട്ടും വിസ്മയിച്ചു. ഇവര് മരിച്ചു പോയിരിക്കുവോ? മരിച്ചിട്ടില്ല. വേണമെങ്കിൽ മരിപ്പിക്കാം. ഏതു വിധവും ഇവരെ ഇവിടെ നിന്ന് കളയണമല്ലോ. ഇവര് ഇവിടെ കിടന്നാലും നടന്നാലും ഉപദ്രവം തന്നെയാ. ഇപ്പോൾ കളഞ്ഞേക്കാം. അദ്ദേഹം പിന്നെയും എന്തോ വിദ്യ പ്രയോഗിച്ചു. എന്താ, ഇനി പോയിക്കൊള്ളാമോ? വേണമെങ്കിൽ കുറച്ചുകൂടി വല്ലതും ആവാം. അയ്യോ, ഇനിയൊന്നും വേണ്ട, ഞങ്ങൾ പോയിക്കൊള്ളാം. ശമ്മാസനെ വന്ദിച്ചിട്ട് അപ്പോൾ തന്നെ അവിടെ നിന്ന് പോയി. ഇത് കണ്ട് അവിടെ കൂടിയിരുന്നവരെല്ലാം അത്ഭുതപ്പെടുകയും ശമ്മാസനെ വളരെ പുകഴ്ത്തുകയും ചെയ്തു. എന്റെ മകനെ, നിനക്ക് ഈ ദിവ്യശക്തി എവിടെ നിന്ന് കിട്ടി? ഇതൊന്നും എന്റെ ശക്തിയല്ല, എല്ലാം ദൈവത്തിന്റെ ശക്തിയാണ്. ദൈവം സർവശക്തനാണല്ലോ. അനന്തരം അധികം താമസിയാതെ മേൽപ്പട്ടക്കാരെല്ലാവരും കൂടി ശമ്മാസന് കത്തനാർ പട്ടം കൊടുത്തു. അന്നുമുതൽ അദ്ദേഹത്തെ ജനങ്ങൾ കടമറ്റത്ത് കത്തനാർ എന്നും കടമറ്റത്തച്ഛൻ എന്നും
അവരുടെ സ്ഥിതി അനുസരിച്ച് പറഞ്ഞു തുടങ്ങി. അക്കാലത്ത് അദ്ദേഹം സ്വദേശത്ത് ചിലർക്കുണ്ടായ ബാധോപദ്രവങ്ങളും ചാത്തന്റെ ഉപദ്രവങ്ങളും മറ്റും മാറ്റുകയാൽ അദ്ദേഹം വലിയ മന്ത്രവാദിയാണെന്ന് ഒരു പ്രസിദ്ധി ഉണ്ടായിത്തീരുകയും തന്നിമിത്തം ദൂരസ്ഥലങ്ങളിൽ നിന്നും ആളുകൾ വന്ന് മന്ത്രവാദത്തിനായി അദ്ദേഹത്തെ കൊണ്ടുപോയി തുടങ്ങുകയും ആ മാർഗത്തിൽ അദ്ദേഹത്തിന് ധാരാളം പണം കിട്ടിത്തുടങ്ങുകയും ചെയ്തു. അപ്പോഴേക്കും കടമറ്റത്ത് കത്തനാർ എന്നുള്ള കീർത്തി ലോകത്തിൽ സർവത്ര വ്യാപിച്ചു. കടമറ്റത്ത് കത്തനാർ വിചാരിച്ചാൽ സാധിക്കാത്ത കാര്യം ലോകത്തിൽ യാതൊന്നുമില്ല എന്നുള്ള വിശ്വാസം സകല ജനങ്ങളുടെ ഇടയിലും ദൃഢമായി തീർന്നു. അതിനാൽ ഓരോരോ കാര്യങ്ങൾക്കായി അദ്ദേഹത്തെ കൊണ്ടുപോകുവാൻ ജനങ്ങൾ സദാ വന്നുകൊണ്ടിരുന്നു. ആരാവശ്യപ്പെട്ടാലും എവിടെയായാലും അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുകയും ചെയ്തു. അതിനാൽ അദ്ദേഹം സ്വഗൃഹത്തിൽ താമസിച്ചിരുന്ന ദിവസം ചുരുക്കമായിരുന്നു. അദ്ദേഹം ഒരു കാര്യത്തിനായി പോയിട്ട് അത് സാധിക്കാതെ വരിക ഒരിക്കലും ഉണ്ടായില്ല. ആർക്കായാലും ഏത് കാര്യമായാലും സാധിച്ചു കൊടുത്താൽ ഇന്നത് കിട്ടണമെന്നുള്ള നിർബന്ധവും അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. അദ്ദേഹം വിചാരിക്കുന്നതിൽ കൂടുതലായിട്ടല്ലാതെ അദ്ദേഹത്തിന് ആരും കൊടുക്കാറുമില്ല. അതിനാൽ അദ്ദേഹം കാലക്രമേണ വലിയ കുബേരനായി തീർന്നു. കടമറ്റത്ത് കത്തനാരുടെ മന്ത്രവാദമെന്നുള്ള പ്രസിദ്ധി ലോകത്തിലെല്ലാം നിറഞ്ഞു കവിയുകയാൽ അനേക ദിക്കുകളിൽ നിന്നും പലരും മന്ത്രവാദം പഠിക്കാനായി അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്നു ചേരുകയും എല്ലാവരെയും അദ്ദേഹം പഠിപ്പിക്കുകയും ചെയ്തിരുന്നു. അതിനാൽ അദ്ദേഹത്തിന് ശിഷ്യസമ്പത്തും ധാരാളമുണ്ടായി. കടമറ്റത്ത് സമ്പ്രദായം എന്നുള്ളത് ഇന്നും പ്രസിദ്ധമാണല്ലോ. ആ സമ്പ്രദായക്കാരായ മന്ത്രവാദികൾ ഇപ്പോഴും പല സ്ഥലങ്ങളിലുമുണ്ട്. ഇപ്രകാരമെല്ലാമാണ് കടമറ്റത്ത് കത്തനാരുടെ ജീവിതകഥാ സംക്ഷേപം. മരിക്കുന്നതുവരെ താൻ മന്ത്രവാദം മുതലായവ പഠിച്ചത് ആരിൽ നിന്നാണെന്നും മറ്റുമുള്ള വിവരം അദ്ദേഹം ആരോടും പറഞ്ഞില്ല. ഗുരുവിൻ്റെ അടുക്കൽ വെച്ച് ചെയ്ത സത്യം അദ്ദേഹം ശരിയായിട്ട് തന്നെ നിർവഹിച്ചു. എങ്കിലും അദ്ദേഹം സ്വന്തം ജീവചരിത്രം ഒരു താളിയോല ഗ്രന്ഥത്തിലെഴുതി സൂക്ഷിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലശേഷം ആ ഗ്രന്ഥം മൂലമാണ് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം പ്രസിദ്ധമായി തീർന്നത്. കടമറ്റത്ത് കത്തനാരുടെ കുടുംബം അദ്ദേഹത്തോടു കൂടി തന്നെ അവസാനിച്ചു. എങ്കിലും ചില മന്ത്രവാദികളും മറ്റും ഇപ്പോഴും ആ സ്ഥലത്ത് ചെന്ന് അദ്ദേഹത്തെ ധ്യാനിച്ച് വന്ദിക്കുകയും ചില കാര്യസിദ്ധിക്കായി പ്രാർത്ഥിക്കുകയും ചില വഴിപാടുകൾ കഴിക്കുകയും മറ്റും ചെയ്തു വരുന്നുണ്ട്. ആ കാട്ടിൽ ഒരിക്കൽ ഒരു യക്ഷി വന്നുകൂടി.